ഹായ് വെൽക്കം ടു ഫ്ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിലെ വെർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. നമ്മളിവിടെ ഈ പോയത്തിൻ്റെ ഒരു അനാലിസിസും ഇതിൽ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ പോയം നോക്കാം. വെർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ ആൻഡ് ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ. എവിടെയാണോ മനസ്സ് ഭയമില്ലാതിരിക്കുന്നത്, എവിടെയാണോ തല ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്, അതായത് പേടിയില്ലാതെ അഭിമാനത്തോടു കൂടി നിൽക്കുന്ന ആളുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. വേർ നോളജ് ഈസ് ഫ്രീ, അറിവ് സൗജന്യമായിരിക്കുന്ന ഇടം. നമുക്കറിയാം, വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഫീസും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലവുകൾ ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് ടാഗോർ ഈ കവിത എഴുതുന്ന സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ എന്നുള്ളതുപോലെ സാർവത്രിക വിദ്യാഭ്യാസ നിയമമൊന്നുമില്ല. അപ്പോൾ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത്. അറിവ് സൗജന്യമായിരിക്കണം എന്നുള്ളൊരു സങ്കല്പമാണ് ടാഗോർ അവിടെ പറഞ്ഞു വയ്ക്കുന്നത്. വെർ ദ വേൾഡ് ഹാസ് നോട്ട് ബീൻ ബ്രോക്കൺ അപ്പ് ഇൻ ടു ഫ്രാഗ്മെൻറ്റ്സ് ബൈ നാരോ ഡൊമസ്റ്റിക് വാൾസ്. അതുപോലെ ഈ ലോകം ഫ്രാഗ്മെൻറ്റ്സ്, ചെറിയ കഷ്ണങ്ങളായിട്ട് ചിതറിക്കിടക്കാത്ത ഒരു ഇടം. ബൈ നാരോ ഡൊമസ്റ്റിക് വാൾസ്, ഈ ഇടുങ്ങിയ ഡൊമസ്റ്റിക് വാൾസ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഒരു ചിത്രം നമുക്കറിയാം. പല ഭാഷ സംസാരിക്കുന്ന, പല സംസ്കാരങ്ങളുള്ള, പല മതങ്ങൾ, പല ജാതികൾ എന്നുള്ള രീതിയിൽ ആളുകൾ പലതായിട്ട് തിരിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ രീതിയിൽ ആളുകൾ ഇങ്ങനെ വേർതിരിക്കപ്പെടാത്ത ഒരു സമൂഹത്തെ കുറിച്ചിട്ടാണ് ടാഗോർ പറയുന്നത്. വേർഡ്സ് കം ഔട്ട് ഫ്രം ദ ഡെപ്ത് ഓഫ് ട്രൂത്ത്. അതുപോലെ തന്നെ നമ്മുടെ വാക്കുകൾ വരുന്നത് സത്യത്തിൻ്റെ ആഴങ്ങളിൽ നിന്നായിരിക്കണം എന്നാണ് ടാഗോർ പറയുന്നത്. അതായത് മനുഷ്യർ മറ്റുള്ളവരോട് പരസ്പരം ഇടപെടുന്ന സമയത്ത് സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും ഇടപെടുന്ന ഒരു സമൂഹത്തെ കുറിച്ചിട്ടാണ് ടാഗോർ പറയുന്നത്. വേർ ടയർലെസ് സ്ട്രൈവിങ് സ്ട്രെച്ചസ് ഇറ്റ്സ് ആംസ് ടുവേർഡ്സ് പെർഫെക്ഷൻ. അതുപോലെ തന്നെ അധ്വാനത്തെ കുറിച്ചിട്ടും ടാഗോർ പറയുന്നുണ്ട്. ടയർലെസ് സ്ട്രൈവിങ്, നമ്മളിങ്ങനെ ക്ഷീണമില്ലാതെ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. ടുവേർഡ്സ് പെർഫെക്ഷൻ, പെർഫെക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ക്ഷീണമില്ലാതെ നിരന്തരം അധ്വാനിക്കുന്ന ഒരു സമൂഹത്തെ കുറിച്ച് കൂടിയാണ് ടാഗോർ പറയുന്നത്. വേർ ദ ക്ലിയർ സ്ട്രീം ഓഫ് റീസൺ ഹാസ് നോട്ട് ലോസ്റ്റ് ഇറ്റ്സ് വേ ഇൻ ടു ദ ഡ്രറി ഡെസേർട്ട് സാൻഡ് ഓഫ് ഡെഡ് ഹാബിറ്റ്. ഡെഡ് ഹാബിറ്റിൻ്റെ, അതായത് പഴയ ആചാരങ്ങളുടെയും ശീലങ്ങളുടെയും എല്ലാം മരുഭൂമിയിൽ നമ്മുടെ സ്ട്രീം ഓഫ് റീസൺ, നമ്മുടെ യുക്തിചിന്തയുടെ അരുവി വന്ന് വഴി നഷ്ടപ്പെടാതിരിക്കട്ടെ എന്നാണ് ടാഗോർ പറയുന്നത്. അങ്ങനെയുള്ള ഒരു ഇടത്തെക്കുറിച്ചിട്ടാണ് ടാഗോർ സംസാരിക്കുന്നത്. അതായത് നമ്മൾ പഴയ ആചാരങ്ങളിലും പഴയ ശീലങ്ങളിലും മുറുകെ പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ യുക്തിചിന്ത നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ യുക്തിചിന്ത നഷ്ടപ്പെടാത്ത ഒരു ഇടത്തെക്കുറിച്ചും അത്തരത്തിലുള്ളൊരു സമൂഹത്തെക്കുറിച്ചുമാണ് ടാഗോർ പറയുന്നത്. വെർ ദ മൈൻഡ് ഈസ് ലെഡ് ഫോർവേഡ് ബൈ ഡി എന്ന് പറയുന്നത് പഴയ ഇംഗ്ലീഷാണ്. യു എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സ് നിങ്ങളാൽ നയിക്കപ്പെടുന്ന ഇടം. ഇൻ ടു എവർ വൈഡനിങ് തോട്ട് ആൻഡ് ആക്ഷൻ. ഇനി നയിക്കപ്പെടുന്നത് എങ്ങോട്ടാണ്? എവർ വൈഡനിങ് തോട്ട് ആൻഡ് ആക്ഷൻ, വിശാലമായിക്കൊണ്ടിരിക്കുന്ന ചിന്തയും പ്രവൃത്തിയും. ചിന്ത വിശാലമായിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ എല്ലാം വിശാലമായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ കൂടുതൽ അറിവ് നേടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ നല്ല മനുഷ്യരായിട്ട് മാറുന്നു. അതുപോലെ നമ്മുടെ പ്രവൃത്തി, നമ്മൾ പെർഫെക്ഷനിലേക്ക്, നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ളൊരു ഇടത്തെക്കുറിച്ചിട്ടാണ് ടാഗോർ പറയുന്നത്. ഇൻ ടു ദാറ്റ് ഹെവൻ ഓഫ് ഫ്രീഡം മൈ ഫാദർ ലെറ്റ് മൈ കൺട്രി അവേക്ക്. ആ ഹെവൻ ഓഫ് ഫ്രീഡം, ആ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വർഗത്തിലേക്ക് എൻ്റെ രാജ്യത്തെ ഉണർത്തിയാലും പിതാവേ എന്നാണ് ടാഗോർ പറയുന്നത്. അപ്പോൾ ദൈവത്തോടുള്ളൊരു പ്രാർത്ഥനയാണ് ടാഗോറിൻ്റെ. അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, സ്വാതന്ത്ര്യത്തിൻ്റെ സ്വർഗത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സങ്കല്പമാണ്. വിദേശികൾ ഇവിടെ ഇല്ലാതിരിക്കുക എന്ന് മാത്രമല്ല അദ്ദേഹം സ്വാതന്ത്ര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പകരം മനുഷ്യർ അന്തസ്സോടും അഭിമാനത്തോടും കൂടി ജീവിക്കുന്ന, യുക്തിചിന്തയിൽ അധിഷ്ഠിതമായിട്ട് സത്യസന്ധരായിട്ടുള്ള, അവരവരുടെ പ്രവൃത്തികളിൽ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന അത്തരമൊരു സമൂഹമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ സ്വർഗം എന്നാണ് ടാഗോർ പറയുന്നത്. ഇനി ഇതിലെ നോട്ട്സാണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ടു ഹൂം ഈസ് ദ പോയറ്റ് സ്പീക്കിംഗ് ടു. പോയറ്റ് ആരോടാണ് സംസാരിക്കുന്നത്? ദ പോയറ്റ് ഈസ് അഡ്രസ്സിങ് ഗോഡ് സീക്കിംഗ് ഗൈഡൻസ് ഫോർ ദ നേഷൻ. പോയറ്റ് ദൈവത്തോടാണ് സംസാരിക്കുന്നത്, രാജ്യത്തിൻ്റെ
ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട്, രാജ്യത്തെ നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ദൈവത്തോട് ആവശ്യപ്പെടുന്നത്. വാട്ട് ഡസ് നാരോ ഡൊമസ്റ്റിക് വാൾസ് റെഫർ ടു? നാരോ ഡൊമസ്റ്റിക് വാൾ എന്നുകൊണ്ട് എന്താണ് ഈ കവിതയിൽ ഉദ്ദേശിക്കുന്നത്? നാരോ ഡൊമസ്റ്റിക് വാൾസ് സിംബലൈസ് ഡിവിസീവ് ബാരിയേഴ്സ് സച്ച് ആസ് കാസ്റ്റ്, റിലീജിയൻ, ലാംഗ്വേജ്, കൾച്ചർ ആൻഡ് പൊളിറ്റിക്കൽ അലൈൻമെൻറ്റ്സ് വിത്തിൻ ദ കൺട്രി. രാജ്യത്തിനകത്ത് ആളുകൾ വേർതിരിക്കുന്ന ജാതി, മതം, ഭാഷ, സംസ്കാരം, രാഷ്ട്രീയ ചിന്ത തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെയാണ് അദ്ദേഹം നാരോ ഡൊമസ്റ്റിക് വാൾസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്പ്ലെയിൻ ദ ലൈൻ വേർ ടയർലെസ് സ്ട്രൈവിംഗ് സ്ട്രെച്ചസ് ഇറ്റ്സ് ആംസ് ടുവേർഡ്സ് പെർഫെക്ഷൻ. അക്ഷീണമായ പ്രയത്നം അതിൻ്റെ കൈകൾ പെർഫെക്ഷനിലേക്ക് നീട്ടുക എന്നുള്ള ഈ വരി കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദിസ് ലൈൻ കൺവേസ് ദി ഐഡിയ ഓഫ് കണ്ടിന്യൂസ് റിലൻലെസ് എഫേർട്ട് റീച്ചിങ് ഫോർ പെർഫെക്ഷൻ. പെർഫെക്ഷന് വേണ്ടിയിട്ട് സ്ഥിരമായിട്ടുള്ള അക്ഷീണമായിട്ടുള്ള പരിശ്രമത്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. എംഫസൈസിങ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഡെഡിക്കേറ്റഡ് സ്ട്രൈവിംഗ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്. അതായത് ഓരോരുത്തരും അവരവരുടെ മേഖലയിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിരന്തരം പരിശ്രമിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് ഈ വരിയിൽ പറയുന്നത്. വാട്ട് ഡസ് ദ ലൈൻ വേർ വേർഡ്സ് കം ഔട്ട് ഫ്രം ദ ഡെപ്ത് ഓഫ് ട്രൂത്ത് മീൻ? ഇനി വാക്കുകൾ സത്യത്തിൻ്റെ ആഴകളിൽ നിന്ന് വരുന്ന ഇടം എന്ന വരി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ദ ലൈൻ സജസ്റ്റ് ദാറ്റ് ഇൻ എൻ ഐഡിയൽ സൊസൈറ്റി വേർഡ്സ് ഷുഡ് ബി സ്പോക്കൺ സിൻസിയർലി ആൻഡ് ട്രൂത്ത്ഫുള്ളി. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ഉത്തമമായിട്ടുള്ള സമൂഹത്തിൽ ആളുകൾ സംസാരിക്കുന്നത് സത്യസന്ധമായിട്ടും അതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ടും ആയിരിക്കണമെന്നാണ്. എംഫസൈസിങ് ദ വാല്യൂ ഓഫ് ഓണസ്റ്റി ആൻഡ് ഓപ്പൺനെസ് ഇൻ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനകത്ത് സത്യസന്ധതയുടെയും അതുപോലെ തന്നെ തുറന്ന് സംസാരിക്കുന്നതിൻ്റെയും പ്രാധാന്യമാണ് ഇവിടെ പറയുന്നത്. വൈ ആർ ഹാബിറ്റ്സ് കമ്പയർഡ് ടു ഡെസേർട്ട് സാൻഡ്? ഇനി എന്തുകൊണ്ടാണ് ഹാബിറ്റ്സിനെ മരുഭൂമിയോട് ഉപമിച്ചിരിക്കുന്നത്? Habits are compared to desert sand because the stream of reason can't exist there. അതിനെ മരുഭൂമിയോട് ഉപമിക്കാനുള്ള കാരണം ഈ സ്ട്രീം ഓഫ് റീസൺ, യുക്തിചിന്തയുടെ അരുവിക്ക് അവിടെ നിലനിൽക്കാൻ കഴിയില്ല. നമുക്കറിയാം മരുഭൂമിയിൽ അരുവി ഉണ്ടാവില്ല, അപ്പോൾ യുക്തിചിന്ത ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ ഹാബിറ്റ്സിനെ ഡെസേർട്ടുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ് എ ക്വസ്റ്റ്യൻസ് നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ അതിൽ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് എന്ന രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ആൻസർ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് ഫുള്ളായിട്ടുള്ള പാരഗ്രാഫ് എസ് എ ആൻസേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ PDF അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് അയച്ചു തരാൻ കഴിയും. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഡസ് എ പോയിറ്റ് ഇംപ്ലൈ ബൈ എവർ വൈഡനിങ് തോട്ട് ആൻഡ് ആക്ഷൻ? ഇനി എന്താണ് വിശാലമായിക്കൊണ്ടിരിക്കുന്ന ചിന്തയും പ്രവൃത്തിയും എന്നുള്ള വരി കൊണ്ട് അർത്ഥമാക്കുന്നത്? ദ ഫ്രേസ് സജസ്റ്റ് കണ്ടിന്യൂസ് ഇൻ്റലക്ച്വൽ ആൻഡ് പ്രാക്ടിക്കൽ ഗ്രോത്ത്. നമ്മുടെ ഇൻ്റലക്ച്വൽ, ബുദ്ധിപരമായിട്ടും അതുപോലെ പ്രായോഗികമായിട്ടുള്ള വളർച്ചയെ കുറിച്ചിട്ടാണ് ഈ വരിയിൽ പറയുന്നത്. ഇറ്റ് ഇംപ്ലൈസ് എ സൊസൈറ്റി വെർ പീപ്പിൾ എക്സ്പാൻഡ് ദെയർ തിങ്കിങ് ആൻഡ് എൻഗേജ് ഇൻ പ്രോഗ്രസീവ് ആക്ഷൻസ്. ആളുകൾ അവരുടെ ചിന്ത വിശാലമാക്കിക്കൊണ്ടിരിക്കുകയും പുതിയ കാര്യങ്ങൾ അറിയുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അതിനനുസരിച്ച് അവരുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വരുത്താൻ തയ്യാറാവുകയും അതുപോലെ പുരോഗമനപരമായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദ പോയിറ്റ് എൻവിഷൻസ് എ നേഷൻ വേർ ഇൻഡിവിജ്വൽസ് ആർ നോട്ട് കൺഫൈൻഡ് ബട്ട് ആക്റ്റീവ്ലി ബ്രോഡൻ ദെയർ പെർസ്പെക്റ്റീവ്സ് ആൻഡ് കോൺട്രിബ്യൂട്ട് ടു സൊസൈറ്റിയൽ ബെറ്റർമെൻറ്റ്. ആളുകൾ കൺഫൈൻഡ് ആയിരിക്കാതെ, അതായത് ഒരു ഇടുങ്ങിയ ചിന്താഗതിയിലിരിക്കാതെ അവർ പുതിയ കാര്യങ്ങൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതോടൊപ്പം അവരുടെ വീക്ഷണവും കാഴ്ചപ്പാടുകളെല്ലാം വിശാലമാക്കുകയും അങ്ങനെ സമൂഹത്തിൻ്റെ ഒരു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ചിട്ടാണ് ഈ വരിയിൽ ടാഗോർ പറയുന്നത്. എക്സ്പ്ലെയിൻ ദ പോയിറ്റ്സ് വേർഷൻ ഓഫ് ഹെവൻ ഓഫ് ഫ്രീഡം. ഇനി പോയറ്റിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വർഗം എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. The poet's heaven of freedom is a metaphor for an ideal liberated society. ഈ ഹെവൻ ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഒരു മെറ്റഫറാണ്. അത് ഉദ്ദേശിക്കുന്നത് ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു സ്വതന്ത്ര സമൂഹമാണ്. ഇറ്റ് സിഗ്നിഫൈസ് എ റീം വേർ പീപ്പിൾ എൻജോയ് അൺറിസ്ട്രിക്റ്റഡ് തിങ്കിങ്, എക്സ്പ്രഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റി. അവിടെ ഉദ്ദേശിക്കുന്നത് ആളുകൾ റിസ്ട്രിക്റ്റ് ചെയ്യാതെ, പരിമിതപ്പെടുത്താതെ ചിന്തിക്കുകയും അവരുടെ ആശയങ്ങൾ എക്സ്പ്രസ് ചെയ്യുകയും അതുപോലെ ആളുകൾക്ക് അതിനുള്ള അവസരം, നമ്മൾ പറഞ്ഞു വിദ്യാഭ്യാസം സൗജന്യമായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്, ആ രീതിയിൽ ആളുകൾക്ക് അവസരമെല്ലാം ലഭിക്കുന്ന ഒരു സമൂഹത്തെ കുറിച്ചിട്ടാണ് ടാഗോർ പറയുന്നത്. ഫ്രീഡം ഹിയർ എൻകംപാസസ് നോട്ട് ജസ്റ്റ് പൊളിറ്റിക്കൽ ഓട്ടോണമി ബട്ട് ഓൾസോ ഇൻ്റലക്ച്വൽ ലിബർട്ടി, ഫ്രീ എഡ്യൂക്കേഷൻ ആൻഡ് എ യൂണിഫൈഡ് അൺഡിവൈഡഡ് നേഷൻ. ഇവിടെ സ്വാതന്ത്ര്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊളിറ്റിക്കൽ ഓട്ടോണമി അല്ല, അതായത് വിദേശികൾ ഇല്ലാതിരിക്കുക എന്ന് മാത്രമല്ല, മറിച്ച്
ഇൻ്റലക്ച്വൽ ലിബർട്ടി, ബുദ്ധിപരമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യവും അതുപോലെ സൗജന്യ വിദ്യാഭ്യാസവും യൂണിഫൈഡ് അൺഡിവൈഡഡ് നേഷൻ, മതത്തിൻ്റെയും ജാതിയുടെയും ഭാഷയുടെയും പേരിൽ ആളുകൾ വിഭജിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യം, അപ്പോഴാണ് സ്വാതന്ത്ര്യം പൂർണ്ണമാകുള്ളൂ എന്നാണ് ടാഗോർ പറയുന്നത്. ബ്രിങ് ഔട്ട് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ഓഫ് ദ പോയം. ഈ പോയത്തിൻ്റെ ടൈറ്റിലിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ദ ടൈറ്റിൽ വെർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എൻകാപ്സുലേറ്റ്സ് ദ പോയറ്റ്സ് വിഷൻ ഫോർ എ ഫിയർലെസ് ലിബറേറ്റഡ് സൊസൈറ്റി. ഈ ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ആളുകൾ ഫിയർലെസ്, ഭയമില്ലാത്ത ഒരു സ്വതന്ത്ര സമൂഹം എന്നാണ് പോയറ്റ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഹൈലൈറ്റ്സ് സെൻട്രൽ തീം ഓഫ് ദ പോയം. ഈ കവിതയുടെ പ്രധാന ആശയത്തെ ഇത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. എംഫസൈസിങ് ദി ആബ്സെൻസ് ഓഫ് ഫിയർ ഇൻ ദ മൈൻഡ് ആൻഡ് ദി ആസ്പിറേഷൻ ഫോർ എ നേഷൻ യുണൈറ്റഡ് ഇൻ ഫ്രീഡം. ഒന്ന്, ആളുകളുടെ മനസ്സിൽ അത്തരം ഒരു ഭയമില്ലാതിരിക്കുക. രണ്ട്, ഇത്തരത്തിലുള്ള ഒരു രാജ്യത്തെ സ്വപ്നം കാണാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഭയമില്ലാതിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The title sets a tone for the poet's plea for an enlightened and harmonious country. ഒരു enlightened, ഇങ്ങനെ ആളുകളുടെ വീക്ഷണത്തിലും യുക്തിചിന്തയിലും എല്ലാം പുരോഗതി പ്രാപിച്ചിട്ടുള്ള, ഹാർമോണിയസ് ആയിട്ടുള്ള, ജാതിയുടെയും മതത്തിൻ്റെയും ഭാഷയുടെയും പേരിൽ വിഭജിക്കാതെ ആളുകൾ ഒന്നിച്ച് സന്തോഷമായിരിക്കുന്ന ഒരു രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള കവിതയാണ് പറയുന്നത്. അപ്പോൾ അതിനെ സ്വപ്നം കാണാൻ വേണ്ടിയിട്ട് ഭയക്കരുത് എന്നുള്ളൊരു അർത്ഥത്തിൽ കൂടിയാണ് പോയറ്റ് ഈ ടൈറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം, ഹൗ ഫാർ ഡസ് ടാഗോർസ് വിഷൻ ഓഫ് ഫ്രീഡം ആൻഡ് നെഹ്റൂസ് വേർഡ്സ് കോംപ്ലിമെന്റ് ഈച്ച് അതർ? ടാഗോറിന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു സങ്കല്പവും നെഹ്റുവിന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ടുള്ള വാക്കുകളും എങ്ങനെയാണ് ചേർന്ന് പോകുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബോത്ത് എംഫസൈസ് ദ നീഡ് ഫോർ ഹാർഡ് വർക്ക് ആൻഡ് കണ്ടിന്യൂസ് എഫേർട്ട് ടു അച്ചീവ് ദി എൻവിഷൻഡ് ഫ്രീഡം. രണ്ടുപേരുടെയും വാക്കുകളുള്ളത് ഹാർഡ് വർക്കിൻ്റെ പ്രാധാന്യമാണ്. മുന്നിലുള്ള ലക്ഷ്യം എത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നിരന്തരം പ്രയത്നിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് ഇരുവരും പറയുന്നുണ്ട്. ടാഗോർസ് വിഷൻ ഓഫ് എ ഫിയർലെസ് ഇന്റലക്ച്വലി ലിബറേറ്റഡ് സൊസൈറ്റി അലൈൻസ് വിത്ത് നെഹ്റൂസ് അക്നോളജ്മെന്റ് ഓഫ് ഓൺഗോയിങ് ചലഞ്ചസ് ആൻഡ് ദ പെർസിസ്റ്റൻസ് റിക്വയർഡ്. ടാഗോർ സ്വാതന്ത്ര്യത്തിൻ്റെ കൂടെ ഒരു ഭയരഹിതമായിട്ടുള്ള, ബുദ്ധിപരമായിട്ട് വിമോചിക്കപ്പെട്ടിട്ടുള്ള ഒരു സമൂഹത്തെക്കുറിച്ചാണ് പറയുന്നത്. നെഹ്റുവും നാട്ടിൽ നിലനിൽക്കുന്ന വെല്ലുവിളികളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതായത് ഈ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയാൽ മാത്രം പോരാ, നാട്ടിലുള്ള വെല്ലുവിളികൾ കൂടി ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന് നെഹ്റു പറയുന്നുണ്ട്. ആ രീതിയിൽ രണ്ടുപേരുടെയും ആശയങ്ങൾ ചേർന്ന് പോകുന്നതാണ്. ടാഗോർസ് ഡ്രീം ഫോർ ഇന്ത്യാസ് ഫ്രീഡം റെസണേറ്റ് വിത്ത് നെഹ്റൂസ് ഗ്ലോബൽ പെർസ്പെക്റ്റീവ്. ഇനി ടാഗോറിൻ്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു സങ്കല്പം നെഹ്റുവിൻ്റെ ഒരു ആഗോള കാഴ്ചപ്പാടുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. ഇൻഡിക്കേറ്റിംഗ് എ ഷെയർഡ് കമ്മിറ്റ്മെൻറ്റ് ടു അഡ്രസ്സിങ് യൂണിവേഴ്സൽ ഇഷ്യൂസ് ഓഫ് സഫറിങ് ആൻഡ് വർക്കിംഗ് ടുവേർഡ്സ് എ ബെറ്റർ വേൾഡ്. ഇനി ഹെവൻ ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇന്ത്യ മാത്രം ഇങ്ങനെ ആയിരിക്കുന്നല്ല, ഈ ലോകം തന്നെ ഇതുപോലെ ഈ ആത്മാർത്ഥതയിലും സത്യസന്ധതയിലും അതുപോലെ വിദ്യാഭ്യാസത്തിലും യുക്തിചിന്തയിലും എല്ലാം അധിഷ്ഠിതമായിരിക്കുന്ന ഒരു സങ്കല്പമാണ് ടാഗോറിന് പറയാനുള്ളത്. നെഹ്റുവും അതുപോലെ തന്നെ അത്തരത്തിലുള്ളൊരു ലോകത്തെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ആ രീതിയിൽ രണ്ടുപേരുടെയും കാഴ്ചപ്പാടുകൾ ചേർന്ന് പോകുന്നതാണ്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എൻ എസ്സേ ഓൺ യുവർ ഐഡിയ ഓഫ് ഫ്രീഡം കമ്പയറിംഗ് വിത്ത് ദാറ്റ് ഓഫ് ടാഗോർസ്. ഇനി സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ടുള്ള നമ്മുടെ ഒരു സങ്കല്പവും ടാഗോറിൻ്റെ സങ്കല്പവുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് എസ്സേ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ സങ്കല്പം എന്നുള്ള ഇതിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാൻ കഴിയും. പക്ഷേ നമുക്ക് എക്സാമിന് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ടാഗോറിൻ്റെ സങ്കല്പവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പോലെ എഴുതുന്നതായിരിക്കും നല്ലത്. അലൈൻഡ് കംപ്ലീറ്റ്ലി വിത്ത് ടാഗോർസ് വിഷൻ, ദ ഫോക്കസ് ഈസ് ഓൺ കളക്റ്റീവ് സൊസൈറ്റൽ ഫ്രീഡം ഓവർ ഇൻഡിവിജ്വൽ ഓട്ടോണമി. അപ്പോൾ ടാഗോറിൻ്റെ ആശയവുമായിട്ട് അലൈൻ ചെയ്തുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, വ്യക്തി സ്വാതന്ത്ര്യം എന്നതിനേക്കാൾ ഉപരിയായിട്ട് സമൂഹത്തിൻ്റെ ആകമാനമുള്ള ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ബോത്ത് പെർസ്പെക്റ്റീവ്സ് ഷെയർ എ കോമൺ കമ്മിറ്റ്മെൻറ്റ് ടു ദ പ്രിൻസിപ്പിൾസ് ഓഫ് ടാഗോർസ് വിഷൻ ഫോർ എൻ എൻലൈറ്റൻഡ് ആൻഡ് ഹാർമോണിയസ് സൊസൈറ്റി. അപ്പോൾ നമ്മുടെ സങ്കല്പവും ടാഗോറിൻ്റെ സങ്കല്പവും എന്താണ്? ഒരു എൻലൈറ്റൻഡ്, ആളുകളുടെ വീക്ഷണമെല്ലാം സ്വതന്ത്രമായിട്ടുള്ള, വിശാലമായിട്ടുള്ള, അതുപോലെ തന്നെ ഹാർമോണിയസ്, ജാതി മത ഭാഷ ഭേദമില്ലാതെ ആളുകൾ ഒന്നിച്ച് കഴിയുന്ന ഒരു സമൂഹത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയേണ്ടത്. വൈൽ വാല്യൂയിങ് പേഴ്സണൽ ഫ്രീഡം, ദി എംഫസിസ് റിമെയിൻസ് ഓൺ ബ്രോഡർ സൊസൈറ്റൽ പ്രോഗ്രസ് എക്കോയിങ് ടാഗോർസ് ഐഡിയൽസ്. നമ്മൾക്ക് വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ട് അവിടെ പറയാവുന്നതാണ് അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്. പക്ഷെ അപ്പോഴും നമ്മൾ സമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു പുരോഗതിയെ കുറിച്ചിട്ട് പറയുമ്പോഴാണ് ടാഗോറിൻ്റെ ആശയവുമായിട്ട് നമുക്ക് ചേർന്ന് നിൽക്കാൻ കഴിയുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.
അതുപോലെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.